ഇവിടെ ഒരു ബ്രേക്കിംഗ് എല്ലാം വരുന്നു. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചൂടുള്ള വാർത്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. LDF വിടുന്നത് ആലോചിച്ച് RJD എന്നൊരു ബ്രേക്കിംഗ് വാർത്തയാണ് റാഹീസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റാഹീസ്, വെരി ഗുഡ് മോർണിംഗ് റാഹീസ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. LDF വിട്ട് UDF പോവുക എന്ന തരത്തിലല്ല ഇന്നലെ ചേർന്ന രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃയോഗം എത്തിയത്. മറിച്ച് LDF വിട്ടിട്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന ചർച്ചയ്ക്കാണ് ഇന്നലെ MV ശ്രേയാംസ്കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായ ചർച്ച. പല കാര്യങ്ങൾ പറഞ്ഞാണ് പ്രതിനിധികൾ തുടക്കം മുതൽ ഉണ്ടായ ഈ സർക്കാരിന്റെ കാലത്ത് തുടക്കം മുതലുണ്ടായ പല കാര്യങ്ങൾ പറഞ്ഞാണ് LDF വിടണം എന്ന ആവശ്യം ബഹുഭൂരിപക്ഷം പ്രതിനിധികളും ഉന്നയിച്ചത്. ഇങ്ങനെ അപമാനം സഹിച്ച് എന്തിന് മുന്നണിയിൽ കഴിയണം? ഒരു മുന്നണിയും അതിലെ ഒരു കക്ഷിയോട് ഇപ്പോൾ LDF RJDയോട് ചെയ്യുന്നത് പോലെ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല എന്നും അതിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പറഞ്ഞു. അവർ ഉന്നയിക്കുന്ന തുടക്കം മുതൽ ഇപ്പോൾ ഒരു അംഗമുള്ളവർക്ക് മന്ത്രിസ്ഥാനം നൽകി. KP മോഹൻ അത് നൽകിയില്ല. അതിനുശേഷം ബോർഡ് കോർപ്പറേഷൻ വന്നു. ബോർഡ് കോർപ്പറേഷൻ സമയത്തും പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ ഒന്നും RJDക്ക് നൽകിയില്ല. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ചു, അത് നൽകിയില്ല. ഏറ്റവും അവസാനം LDFലെ എല്ലാ കക്ഷികൾക്കും ഓരോ ജില്ലയിലും കൺവീനർ സ്ഥാനം നൽകാറുണ്ട്. അങ്ങനെ ഒരു കൺവീനർ സ്ഥാനവും RJDക്ക് നൽകിയില്ല. ഏറ്റവും അവസാനമായി പറഞ്ഞ ഒരു കാര്യം, LDF യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ അവകാശവാദം അനുസരിച്ച് CPMഉം CPIയും കേരള കോൺഗ്രസും കഴിഞ്ഞാൽ നാലാമത്തെ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ്. പക്ഷേ ശ്രേയാംസ്കുമാറിനെയും വർഗീസ് ജോർജിനെയും ഒക്കെ 7ാമതും 8ാമതും 9ാമതും 10ാമതുമൊക്കെയാണ് സംസാരിക്കാൻ വിളിക്കുന്നത് എന്നത് ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു. വർഗീസ് ജോർജും ശ്രേയാംസ്കുമാറും കൊടുത്ത മറുപടി, ഇക്കാര്യങ്ങളെല്ലാം CPMനെയും LDF നേതൃത്വത്തെയും കൃത്യമായ സമയത്ത് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമായി എടുക്കുന്ന ഒരു രീതി അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്ന മറുപടി നേതാക്കൾ പറഞ്ഞു. അതിനുശേഷം നടന്ന ചർച്ചയിലുണ്ടായ ഒരു തീരുമാനം, ഇനി LDFനോട് ഒരു കാര്യവും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട എന്ന തീരുമാനത്തിലെത്തി. മുന്നണി മാറ്റവുമൊക്കെ അടുത്ത യോഗങ്ങളിൽ ചർച്ച ചെയ്യാം എന്നാണ് ശ്രേയാംസ്കുമാർ പറഞ്ഞത്. ഇതിനൊപ്പമാണ് ബ്രൂവറി വിഷയത്തിൽ പാർട്ടിയെ ഇരുട്ടിൽ നിർത്തുന്നു എന്ന പരാതി. അവർ പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മിക്ക രാഷ്ട്രീയ LDFലെ കക്ഷികൾക്കും മന്ത്രിമാരുണ്ട്, അവരങ്ങനെയെങ്കിലും അറിയും. ഞങ്ങൾക്ക് മന്ത്രി പോലുമില്ല, അതുകൊണ്ട് വാർത്തകളിൽ കാണുന്ന വിവരം മാത്രമേ ഉള്ളൂ എന്ന പരാതിയും പറഞ്ഞിരിക്കുന്നു. ഇതിൽ കഴിഞ്ഞ കുറെ കാലമായി LDFുമായി ഇവർ പ്രശ്നത്തിലാണ് RJD. പക്ഷേ അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഇന്നലെ CPM തീരുമാനത്തിനെതിരെ, സർക്കാർ തീരുമാനത്തിനെതിരെ RJD പരസ്യമായി രംഗത്ത് വന്നത് എന്നും കരുതേണ്ടതുണ്ട്. മാത്രമല്ല റഹീസ്, ബ്രൂവറി വിഷയത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു RJD. മറ്റുള്ളവരൊക്കെ അത്രയും തുറന്നു പറഞ്ഞില്ല. ഒരു മന്ത്രിയും ഒക്കെ ഒരു വകുപ്പും ചെയ്ത കാര്യത്തിന് ഞങ്ങൾ എന്തിനു വഴി കേൾക്കണം എന്നൊക്കെയാണ് RJD പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തുറന്നടിച്ചത് തന്നെ ഈ തീരുമാനം വരുന്നതിന് മുന്നോടിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും അവഗണന സഹിച്ച് LDFൽ നിൽക്കില്ല എന്ന നിലപാടാണ് വർഗീസ് ജോർജ് എടുത്തത് എന്നാണ് കേൾക്കുന്നത്. ആ അർത്ഥത്തിൽ LDF വിട്ട് സ്വതന്ത്രമായ ഒരു ബ്ലോക്കിൽ നിന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുക, അതിനുശേഷം ഏത് മുന്നണിയിൽ പോകണമെന്ന് തീരുമാനിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായിരിക്കുമോ RJDയുടെ രാഷ്ട്രീയ തന്ത്രം? അങ്ങനെ തന്നെയാണ് യോഗത്തിലുണ്ടായ പൊതു ചർച്ച. അതിനവർ കാരണം പറയുന്നത്, ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അപമാനം സഹിച്ചു മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രവർത്തകരുടെ അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള നേതാക്കളുടെ ആത്മവീര്യത്തെ അത് വലിയ തോതിൽ ബാധിക്കും. പല ജില്ലാ പ്രസിഡന്റുമാരും യോഗത്തിൽ പറഞ്ഞത്, പ്രാദേശിക കമ്മിറ്റികൾ, അതായത് RJDക്ക് കുറച്ച് ആളുകളും മറ്റുമുള്ള സ്ഥലത്തെ പ്രാദേശിക കമ്മിറ്റികൾ ഈ പ്രശ്നം പറയുന്നു. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു തരത്തിലുള്ള പരിഗണനയും കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ RJDയെ കാണുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കലാണ്, രാഷ്ട്രീയ മണ്ടത്തരമായിരിക്കും UDFനൊപ്പം ഈ ഘട്ടത്തിൽ പോകുന്നത്. പകരം ഒറ്റയ്ക്ക് നിൽക്കുക, മലബാറിൽ ഇവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളെ ഉണ്ടാക്കുക, അതിനുശേഷം ഒരു തീരുമാനമെടുക്കുക. സ്വാഭാവികമായും LDF വിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് അതിനുശേഷം തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വീണ്ടും UDFലേക്ക് പോവുക എന്നതായിരിക്കും. അതിന് ഒരു സാവകാശം കിട്ടും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊരു സാവകാശം, ആ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ
തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഒരു കുറച്ച് സമയം ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ UDF എത്തുക എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. LDF ഇതിനെ ഭയങ്കര സീരിയസ് ആയി എടുക്കുമോ എന്നത് നമ്മൾ നോക്കണം. കാരണം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതുവരെ ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പരിഗണന CPM-ൽ നിന്നുണ്ടാവും. ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ വരുന്നത് പോലും അല്ലെങ്കിൽ നമുക്കത് ലഭിക്കുന്നത് പോലും ഒരു സമ്മർദ്ദ തന്ത്രമായി കാണുകയും ചെയ്യാം. അരുൺ, ഓക്കെ, താങ്ക് യു. റാഹിസ് റഷീദാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇതിനു മുമ്പും RJD LDF-നോട് വിടും, LDF-നോട് വിയോജിക്കും, LDF-ൽ നിന്ന് പുറത്തുവരും എന്ന മട്ടിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അതൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് പലപ്പോഴും RJD ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് KP മോഹനെ മന്ത്രിയാക്കിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നിലനിൽക്കുന്നു. ഒരു MLA ഉള്ള എല്ലാ കക്ഷികൾക്കും മന്ത്രിമാരെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല? പ്രധാനപ്പെട്ട ബോർഡുകളും കോർപ്പറേഷനുകളും എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല? എന്തുകൊണ്ടൊരു ജില്ലയിൽ ഒരു LDF കൺവീനറെങ്കിലും ഞങ്ങൾക്ക് തരുന്നില്ല? അവഗണന സഹിച്ചിനി RJD എത്ര കാലം കഴിയണം? ചോദ്യമല്ലേ? അപ്പോൾ ആ ചോദ്യമാണ് RJD ചോദിച്ചത്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഈ RJD കേരളത്തിൽ അതെന്താ സാധനം എന്ന് ചോദിക്കുന്നു. അങ്ങനൊരു പാർട്ടി കേരളത്തിലുണ്ട്. അടുത്തിടെയാണ് ലയിച്ചത്. അത് പ്രേക്ഷകർക്ക് അറിഞ്ഞതാണ്. നമ്മുടെ വർഗീസ് ജോർജിനെ പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ശ്രേയംസ് കുമാറുണ്ട്, അതിനോടൊപ്പം ശ്രീ സുരേന്ദ്രനുണ്ട്, നമ്മുടെ KP മോഹൻ MLA ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ RJD-യിലാണ് ഉള്ളത്. അത് നേരത്തെ മറ്റൊരു പാർട്ടി ആയിരുന്നത് ഇപ്പോൾ ലയിച്ചാണ് RJD ആയിട്ട് മാറിയിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ കുറച്ച് പാർട്ടികൾ LDF-ന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. അതിൽ മന്ത്രിസ്ഥാനമില്ലാത്ത പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിലാണ് RJD അവരെ സ്വയം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് അവഗണന സഹിച്ചിനി LDF-ൽ എന്തായാലും ഇല്ല. എത്ര കാലം ഈ അവഗണന സഹിക്കും? ശരിയല്ലേ? ആത്മാഭിമാനമാണ് വലുത്. അതുകൊണ്ട് LDF വിടാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ UDF-ലോട്ട് പോകില്ല. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കും എന്നുള്ളതാണ്. സ്വതന്ത്രമായിട്ടൊക്കെ നിന്നാൽ രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് പാർട്ടി ഇപ്പോഴും അലട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കരുത്ത് തെളിയിച്ച് ഏത് മുന്നണിയിലേക്ക് പോകണമെന്ന് RJD തീരുമാനിക്കും.